വന്യമൃഗശല്യം ഭരണപക്ഷവും പ്രതിപക്ഷവും മൌനം പാലിക്കുന്നുവെന്ന് തൃണമൂൽ കോൺഗ്രസ് സംസ്ഥാന കോർഡിനേറ്ററും മുൻ എംഎൽഎയുമായ പി വി അൻവർ. നിലമ്പൂർ നഗരസഭാ പരിധിയിലെ പാത്തിപ്പാറയിൽ കാട്ടാന കൃഷി നശിപ്പിച്ച കർഷകരുടെ സ്ഥലങ്ങൾ സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വന്യമൃഗശല്യം മൂലം കർഷകർ സ്വന്തം വീടുകൾ ഉപേക്ഷിച്ചു പോകേണ്ട അവസ്ഥയിലാണ്. ഇതിന് പരിഹാരം കാണേണ്ട സർക്കാർ ഒരു ഇടപെടലുകളും നടത്തുന്നില്ല. കേരളത്തിൽ വന്യമൃഗങ്ങളെ പേടിച്ച് പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയിലാണ്. വന്യമൃഗങ്ങൾ കൊലപ്പെടുത്തുന്നവരുടെ കുടുംബങ്ങൾക്ക് നൽകാൻ എഴുതിവച്ചിട്ടുള്ള 10 ലക്ഷം രൂപയുടെ ചെക്കുകൾ മാത്രമാണ് സർക്കാരിന്റെ കൈവശമുള്ളത്. സർക്കാരിനെ കൊണ്ട് വന്യമൃഗശല്യത്തിനെതിരെ നടപടിയെടുപ്പിക്കേണ്ട പ്രതിപക്ഷവും മൌനത്തിലാണ്. നാട്ടിൽ വന്യമൃഗശല്യം വർദ്ധിക്കുമ്പോൾ കാർബൺ ഫണ്ടിനായി വനവിസ്തൃതി കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. നിലമ്പൂരിൽ മാത്രം 161 കർഷകരുടെ ഭൂമിയാണ് വനം വകുപ്പ് ഏറ്റെടുത്തിരിക്കുന്നതെന്നും അൻവർ പറഞ്ഞു. തൃണമൂൽ കോൺഗ്രസ് വന്യമൃഗശല്യത്തിനെതിരെ സംസ്ഥാന വ്യാപകമായി സമരജാഥ സംഘടിപ്പിക്കും. കാസർഗോഡ് നിന്നും ആരംഭിച്ച് തിരുവനന്തപുരത്ത് സമാപിക്കും. വന്യമൃഗാക്രമണങ്ങളിൽ മരിക്കുന്നവരുടെ ആശ്രിതർക്ക് നിലവിൽ നൽകുന്ന നഷ്ടപരിഹാര തുക 50 ലക്ഷമാക്കി ഉയർത്തണം. വന്യമൃഗ ആക്രമണങ്ങളിൽ പരിക്കേൽക്കുന്നവർക്ക് നിലവിൽ നൽകുന്ന നഷ്ടപരിഹാര തുക ഉയർത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. നിയമപരിഷ്കരണത്തിന്റെ ആവശ്യം ഇല്ലാതെ തന്നെ ഇപ്പം നിലവിലുള്ള നിയമം ഇതിനെ അനിമൽസിനെയും ജനങ്ങളെയും വേർതിരിക്കാനുള്ള പ്രൊട്ടക്ഷൻ വാളുകൾ കെട്ടാനും വേലി സ്ഥാപിക്കാനും ട്രഞ്ച് കെട്ടാനും ഇവിടെ നിയമം അനുശാസിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ 3000 കോടി റുപ്യ എൻ്റെ കയ്യിൽ തന്നാൽ ഈ പ്രശ്നം നമ്മൾ തീർത്തു കൊടുക്കുക. നാടിനെയും കാടിനെയും വേർതിരിക്കാൻ പറ്റും. 1 കിലോമീറ്ററിന് 3 കോടി രൂപ ചെലവാക്കി നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഫെൻസിങ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു മൃഗവും ഇപ്പുറത്തേക്ക് വരില്ല, ഒരു ഈച്ച വരില്ല. എന്തുകൊണ്ടാണ് ഇവർ നിയമസഭയിലും പാർലമെന്റിലൊക്കെ ഈ വിഷയം ഉന്നയിക്കാൻ മടിക്കുന്നത്? അല്ല, മടിക്കുന്നതിന്റെ പിന്നിലുള്ള ചേതോവികാരം എന്താണെന്നില്ല പരിശോധിക്കണം. ഞാനത് പറയുമ്പം വലിയ എന്താ പറയാ, അത് ഇവിടുത്തെ വലിയൊരു മറ്റു രീതിയിലേക്ക് പോകണ്ട, അത് പറയേണ്ട ഘട്ടം വരുമ്പോൾ പറയും. ഇതിന്റെ പിന്നിൽ ഒരു വലിയ ലോബി, ഈ പശ്ചിമഘട്ടത്തിന്റെ വനവിസ്തൃതി വർദ്ധിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ഇന്റർനാഷണൽ ലോബി ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട്. ആ ലോബിയുടെ ആവശ്യം എന്താ? ഏറ്റവും കൂടുതൽ മഴക്കാടുകളുള്ള പ്രദേശമാണ് ഏഷ്യയിലെ തന്നെ ഈ പശ്ചിമഘട്ടം എന്ന് പറയുന്നത്. ഇവിടെ വനവിസ്തൃതി വർദ്ധിക്കണം. വനവിസ്തൃതി വർദ്ധിക്കുമ്പോൾ ഓക്സിജൻ പ്രൊഡക്ഷൻ കൂടും. ഓക്സിജൻ പ്രൊഡക്ഷൻ കൂടുമ്പം ഈ പറയുന്ന കാർബണിനെ താഴേക്ക് കൊണ്ടുവരാൻ കഴിയും, ചൂട് നിയന്ത്രിക്കാൻ കഴിയും. അത് ലോകത്തിൻ്റെ ആവശ്യമാണ്. അതിന് ഈ ജനങ്ങൾ ഇറങ്ങിപ്പോകണം. അവിടെ ഓക്സിജൻ പ്രൊഡക്ഷനുള്ള ചെടികളും മരങ്ങളും വെച്ച് നട്ടുപിടിപ്പിക്കണം. അതിന് ഫണ്ട് കൊടുക്കുന്നുണ്ട്. അതാണ് ഈ കാർബൺ ഫണ്ട് എന്ന് പറയുന്നത്. പക്ഷെ ആ കാർബൺ ഫണ്ട് ഇവിടെ കർഷകർക്ക് കൊടുക്കുന്നില്ല എന്ന് മാത്രമല്ല, അത് പൂർണ്ണമായിട്ടും അടിച്ചു മാറ്റുകയാണ്. അതിൻ്റെ പെർസെൻറ്റേജ് ഈ പറയുന്ന ആളുകൾക്ക് കിട്ടുന്നുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതാണ്. അവിടെയാണ് വിഷയം. 3000 കോടി കൊണ്ട് കേരളത്തിലെ ജനങ്ങളെയും കാടിനെയും വേർതിരിക്കാൻ കഴിയും. ഇപ്പോൾ ഒന്നും വേണ്ട, തൃശ്ശൂർ ടൗണിൽ, തിരുവനന്തപുരം സിറ്റിയിൽ ഈ പറയുന്ന എല്ലാ മൃഗങ്ങളും ഇല്ലേ? അവിടെ പുലിയുണ്ട്, ചീറ്റുണ്ട്, കടുവയുണ്ട്, ആനയുണ്ട്, കാട്ടിപ്പോത്തുണ്ട്, എല്ലാം ഉണ്ടല്ലോ ഈ 2 സൂവിലും ഇല്ലേ? എന്താ പുറത്തേക്ക് വരാത്തത്? അവിടെ ശക്തമായ വേലിയുണ്ട്. ആ വേലിക്കകത്താണ്. അതുപോലെയുള്ള വേലി നിർമ്മാണം നടത്തിയാൽ ഈ മൃഗങ്ങൾ അപ്പുറത്താവും, മനുഷ്യരിപ്പുറത്തും ആവും. ലോകത്ത് മൃഗങ്ങളിലെ എല്ലാ രാജ്യത്തും ഇതാണ് ചെയ്യുന്നത്. പക്ഷെ ഇന്ത്യയിലും പശ്ചിമഘട്ടത്തിലും ചെയ്യൂല. മലയോര ജനത അനുഭവിക്കുന്ന വന്യമൃഗശല്യം പരിഹരിക്കുന്നതിൽ സർക്കാർ കാണിച്ച അലംഭാവത്തിൽ പ്രതിഷേധിച്ചാണ് താൻ എംഎൽഎ സ്ഥാനം രാജിവെച്ചത്. വാശിയേറിയ ഉപതെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ഉൾപ്പെടെ 139 എംഎൽഎമാർ പ്രചരണം നടത്തിയിട്ടും നിലമ്പൂരിലെ 20,000 വോട്ടർമാരാണ് തനിക്കൊപ്പം നിന്നത്. പൊതുതെരഞ്ഞെടുപ്പിൽ ഇത് 3 ഇരട്ടിയായി വർദ്ധിക്കുമെന്നും പി വി അൻവർ പറഞ്ഞു. തൃണമൂൽ കോൺഗ്രസ് സംസ്ഥാന വ്യാപകമായി വാർഡ് കമ്മിറ്റികൾ രൂപീകരിച്ചു വരികയാണ്. ഓരോ സ്ഥലത്തും അവിടുത്തെ ജനഹിതമനുസരിച്ചുള്ള സ്ഥാനാർത്ഥികൾ മത്സരിക്കും. ജനകീയ വിഷയങ്ങളിൽ ജനങ്ങൾക്കൊപ്പം എന്നതാണ് തൃണമൂൽ കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്നതെന്നും പി വി അൻവർ പറഞ്ഞു. തൃണമൂൽ കോൺഗ്രസ് മുനിസിപ്പൽ സെക്രട്ടറി ഷാജഹാൻ പാത്തിപ്പാറ ഉൾപ്പെടെയുള്ള നേതാക്കളും പ്രവർത്തകരും ഒപ്പമുണ്ടായിരുന്നു. ഈസ്റ്റ് ലൈഫ്, നിലമ്പൂർ.